ഹായ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചായക്കടകളിലും ബേക്കറികളിലൊക്കെ കിട്ടുന്ന നല്ല വെട്ട് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പും 2 ടേബിൾ സ്പൂണും മൈദ എടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം 136 ഗ്രാം മൈദയാണ്. ചിലപ്പോൾ കുറച്ചും കൂടി മൈദ നമുക്ക് വേണ്ടി വരും. അത് കേക്കിൻ്റെ മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ അപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പും 2 ടേബിൾ സ്പൂണും മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പും 2 ടേബിൾ സ്പൂണും അല്ലെങ്കിൽ 124 ഗ്രാം പഞ്ചസാരയാണ്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു മുട്ട ചേർക്കാം. ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ അവർ ഫുഡ് കളറാണ് കേട്ടോ ചേർക്കുന്നത്, യെല്ലോ കളറാണ്. മഞ്ഞൾപ്പൊടി ചേർത്താൽ അത്രയും നിറം കിട്ടത്തില്ല, ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടാവും. ലാസ്റ്റ് ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിക്കാം. ഇത് പച്ചപ്പാലാണ്, തിളപ്പിച്ചിട്ടൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാരയും മുട്ടയെല്ലാം കൂടി അടിച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇനി നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച മൈദ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാവ് ശരിക്കും ആവശ്യത്തിന് സോഫ്റ്റ് ആയിരിക്കണം, പക്ഷേ നമുക്ക് എന്നാൽ ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലും ആയിരിക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ സോഫ്റ്റ് ആയി പോയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി മൈദ ഇട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ നമുക്ക് ഷേപ്പ് ചെയ്തൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ചും കൂടി മൈദ ഇട്ട് കൊടുക്കാൻ പോവാണ്. മൈദ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒത്തിരി അങ്ങ് ഒരുമിച്ച് ചേർക്കരുത്, കുറച്ചായിട്ട് മാത്രം ചേർക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിനകത്തേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ മൈദ ഇടുവാണ്. എന്നിട്ട് കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം, എന്നാലേ ആ പരുവം കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്ത് നോക്കാം. കുറച്ചും കൂടി വേണം തോന്നിയാൽ 1 ടേബിൾ സ്പൂണും കൂടി പിന്നെയും ചേർത്ത് കൊടുക്കണം. ആ രീതിയിൽ ചെയ്താൽ മതി, എന്നാലേ അത് ശരിയാവത്തുള്ളൂ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഞാനിപ്പം 1 കപ്പും 4 ടേബിൾ സ്പൂണും മൈദ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. മാവ് എന്നാൽ ഒരുപാട് കട്ടിയായി പോകാതെ നോക്കണം കേട്ടോ. ഇതിപ്പോൾ പരുവം കറക്റ്റ് ആയിട്ടുണ്ട്, കണ്ടോ, സോഫ്റ്റ് ആണ്. കയ്യിലൊക്കെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന മാവ് തന്നെയാണ്, പക്ഷെ നമുക്കത് ഷേപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മാവ് വേണ്ടത്. അപ്പോൾ ഇതാണ് മാവിൻ്റെ പരുവം. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കാളും 1-2 ടേബിൾ സ്പൂൺ കൂടുതലോ കുറവോ ഒക്കെ മൈദ വേണ്ടി വരാം. അപ്പോൾ അത് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പരുവം കറക്റ്റായി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനി ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമ്മൾ വെട്ട് കേക്ക് ഉണ്ടാക്കുന്നത്. ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് കുറച്ച് സമയം വെച്ചാൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ മാവ് റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാനിങ്ങനെ 2 പീസായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇതിനെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ മാവ് കുറച്ച് സ്റ്റിക്കി ആയിരിക്കും കേട്ടോ, അതായത് ചെറുതായിട്ട് ഇങ്ങനെ താഴെയൊക്കെ ഒട്ടിപ്പിടിക്കും. കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം. ഞാൻ എൻ്റെ 2 സൈഡിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്, ആ ഷേപ്പ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നിങ്ങൾക്കിത് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്യാം കേട്ടോ, വലുതായിട്ടോ ചെറുതായിട്ടോ ഒക്കെ കട്ട് ചെയ്യാം. ഞാനൊരു മീഡിയം സൈസിലുള്ള പീസുകളായിട്ടാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലുതാവും. അപ്പോൾ എല്ലാം പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നിനെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് ഒരു വെട്ട് കേക്കിൻ്റെ ഷേപ്പിലാക്കണമല്ലോ. അപ്പോൾ ജസ്റ്റ് ഇത് ഇതുപോലെ ഒരു ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ. ഏകദേശം പകുതിയോളം താഴ്ചയിൽ കട്ട് ചെയ്യണം കേട്ടോ, എന്നാലേ അത് കറക്റ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ബാക്കിയെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെക്കാൻ പോവാണ്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്യാം. നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് ആ ഒരു ഷേപ്പ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. എണ്ണ ഒരു മീഡിയം ചൂടാകുമ്പോൾ തന്നെ ഇത് ഇട്ട് കൊടുക്കണം, കാരണം ഒത്തിരി ചൂടായി പോയി കഴിഞ്ഞാൽ പുറമേയൊക്കെ പെട്ടെന്ന് അങ്ങ് ബ്രൗൺ ആയി പോവും, ഉള്ളു വേവത്തുമില്ല. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം ചൂടിൽ വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എണ്ണയിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആവാൻ തുടങ്ങുമ്പോൾ തന്നെ കണ്ടോ, നല്ലോണം ഇങ്ങനെ വീർത്ത് വരും. നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിരിക്കുന്നതുകൊണ്ടാണ്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ബേക്കിംഗ് സോഡയുടെ അളവ് ഒട്ടും കൂടാൻ പാടില്ല കേട്ടോ. 1/4 ടീസ്പൂണേ ചേർക്കാവുള്ളൂ. കൂടിപ്പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും, ഒരു ചുവന്ന കളറൊക്കെ വരും ഇതിന്. അപ്പോൾ 1/4 ടീസ്പൂൺ മാത്രം ചേർക്കാം. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ ഒന്നിങ്ങനെ തിരിച്ചു വിട്ട് കൊടുക്കണം.
ഏകദേശം ഒരു 5 മിനിറ്റ് ഓരോ സൈഡും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറാണ്, നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഇരിക്കുന്നതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വെട്ടുകേക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി വെട്ടുകേക്ക് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് നന്നായി തണുത്തതിന് ശേഷം മാത്രം കഴിക്കണം, എന്നാലേ എൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ മുട്ടയുടെയൊക്കെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഇത് ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന ഒരു കേക്കാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ റെസിപ്പി ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.